ചെറുവത്തൂർ വെള്ളാട്ട് ന്യൂ യൂത്ത് ക്ലബിന്റെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മറവിക്കെതിരെ ഓർമ്മകളെ ഊർജ്ജമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. രാഷ്ട്രീയത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാനുള്ള ശ്രമം രാജ്യത്ത് സജീവമായിരിക്കുമ്പോൾ, അത് കേരളത്തിലെ സമകാലികാവസ്ഥയിലും നിലനിൽക്കുമ്പോൾ, ഒരുമയുടെ പോരാട്ടത്തിലൂടെ അതിജീവന വിജയം നേടിയ കയ്യൂർ രക്തസാക്ഷികളുടെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരെ കൂട്ടായി പോരാടണമെന്ന് CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ പറഞ്ഞു. ചെറുവത്തൂർ വെള്ളാട്ട് ന്യൂ യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറവിക്കെതിരെ ഓർമ്മകൾ ഊർജ്ജമാക്കണമെന്നും P. ജയരാജൻ ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണം. അന്നത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനം വക്കീലന്മാരും ജന്മിമാരും സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ റഷ്യൻ വിപ്ലവം അക്കാലത്തെ യുവാക്കളിൽ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രകമ്പനങ്ങൾ, ആവേശം, ഇതിൻ്റെയൊക്കെ ഫലമായി കോൺഗ്രസിനകത്ത് ഇടതുപക്ഷം ശക്തിപ്പെട്ടു. അപ്പോൾ വലതുപക്ഷത്തിൻ്റെതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ പ്രവർത്തിക്കുന്ന, കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കുന്ന ഒരു ഇടതുപക്ഷം. ആ ഇടതുപക്ഷം എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാരെ പുറത്താക്കണം, ഇന്ത്യക്കാരൻ ഭരിക്കണം, സാമ്രാജ്യത്വ നുഖത്തിൽ നിന്ന് ഇന്ത്യക്ക് മോചനം വേണം. അതേസമയം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജന്മി നാടുവാഴിത്തത്തിൻ്റെ നുഖത്തിൽ നിന്ന് കൂടി മോചനം വേണം. തൊഴിലാളികൾക്ക് അധ്വാനിക്കുന്ന നിലയനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പ്രതിഫലം കിട്ടണം. സമത്വത്തിന്റെ ആശയം ഇതാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്ന അവസരത്തിൽ അതിന്റെ പേര് തന്നെ സാമ്യവാദികൾ എന്നാണ്. സാമ്യം. ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ രജീഷ് വെള്ളാട്ട് അധ്യക്ഷനായി. നാട്ടിലെ ആദ്യകാല കായിക താരങ്ങളെയും വെള്ളാട്ട് അംഗൻവാടിയിൽ നിന്ന് വിരമിച്ച T. പ്രേമലതയെയും CPIM മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ആദരിച്ചു. KV ഗംഗാധരൻ, K. രാജു, P. ശശിധരൻ, R. നവീൻകുമാർ, T. ഗംഗാധരൻ, MKV ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. K. ബിജുകുമാർ സ്വാഗതവും KP പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബിലെ കലാകാരന്മാരുടെ നൃത്യങ്ങളും ഉത്തരമേഖലാതല കൈകൊട്ടിക്കളി മത്സരവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.